പുതുക്കിയ വഖഫ് ബിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. വഖഫ് പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിയ ബില്ലാണ് അംഗീകരിച്ചത്. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് ചേരുന്നുണ്ട്. ധനസുമോദ്, വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെ? വഖഫ് ഭേദഗതി ബില്ലിൽ JPC നിർദ്ദേശിച്ച ചില നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ബില്ലാണ് അവതരിപ്പിക്കുന്നത്. നേരത്തെ സഭയുടെ മുന്നിൽ വന്നെങ്കിലും പ്രതിപക്ഷം വളരെ ശക്തമായി വിയോജിച്ചതിനെ തുടർന്നാണ് ഇത് JPCക്ക് വിട്ടത്. പക്ഷേ JPCക്ക് വിട്ടപ്പോൾ പോലും പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾ നൽകിയ 44 വിയോജന കുറിപ്പുകൾ ഉൾപ്പെടുത്താതെയായിരുന്നു ഇവിടെ സമിതി അന്തിമമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടുകൂടി രാജ്യസഭയിലും ലോക്സഭയിലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടുത്തിയത്. ഒടുവിൽ ഒരു അനക്സ് എന്ന് ചൂണ്ടിക്കാട്ടി അതിനോടൊപ്പം തന്നെ അധികമായി കൂട്ടിച്ചേർക്കുകയായിരുന്നു പ്രതിപക്ഷ MP-മാരുടെ വിയോജനക്കുറിപ്പ്. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ ബില്ല് സഭയിലേക്ക് വരുന്നത്. കാര്യം പാർലമെൻറ്റ് സമ്മേളനം, ബജറ്റ് സമ്മേളനം 2 സെഷനുകളായിട്ടാണ് നടക്കുന്നത്. ഒന്ന് നയപ്രഖ്യാപന പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള മറുപടി. അത് കഴിഞ്ഞു, പൂർത്തിയായിരിക്കുകയാണ്. ഇനി ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് മാർച്ച് 10 മുതൽ അടുത്ത സെഷൻ ആരംഭിക്കുന്നത്. ഈ സെഷനിൽ തന്നെ ആദ്യ ദിവസം തന്നെ ഈ വഖഫ് ഭേദഗതി ബില്ല് സഭയിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ ഒരു ബില്ല് കൊണ്ടുവരാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ശരി, ധനസുമോദ്.